ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ടൊബാക്കോ. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ITC ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനം ശരീരത്തിന് നല്ലതാണോ, ആരോഗ്യത്തിന് നല്ലതാണോ? സിഗരറ്റ് നല്ലതാണോ? സിഗരറ്റ് കോസസ് ക്യാൻസർ. എന്റെ മകളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം. എല്ലാത്തിനും നിങ്ങൾ തുടങ്ങുമ്പോൾ ഇതെന്തിനാ എപ്പോഴും കാണിക്കുന്നത്? ഇതെന്താ ഒരു തവണ പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവില്ലേ? എന്തിനാ കാണിക്കുന്നത്? ഇത്രയും പ്രത്യേക സാധനം കഴിക്കാൻ. അതേപോലെ നമ്മൾ എത്ര സാധനത്തിന് ഡിസ്ക്ലൈമർ ഇടുന്നുണ്ട്. ഇത് റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് റിസ്ക് ആണ്, സ്റ്റോക്ക് റിസ്ക് ആണ്. ഈ ആപ്പിന് അത് അവർ ഡിസ്ക്ലൈമർ കാണിക്കുന്നില്ലേ? വേണ്ടതെന്ന് കളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ലിറ്ററസി ഉള്ള കേരള പോലത്തെ സ്റ്റേറ്റിൽ നിന്ന് ഒരുത്തിന് ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബോധവും ഇതിനനുസരിച്ച് അവൻ ഇതൊക്കെ ഡിസ്ക്ലൈമർ ഒക്കെ വായിച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക അല്ലേ? ഇതിന്റെ റിസ്ക് മനസ്സിലാക്കി കൊണ്ടുതന്നെയായിരിക്കും കളിക്കുന്നുണ്ടാവും. ഞാൻ എന്തുകൊണ്ട് എൻഡോസ് ചെയ്തിരിക്കണം? അതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള കാര്യമില്ല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്ന ഇതേപോലെ നീ നേരത്തെ പറഞ്ഞാല് വെണ്ണ വെച്ചിട്ട് മുടി വളർന്ന ചരിത്രം പറയാറുണ്ട്. എനിക്ക് ഏതെണ്ണ വെച്ചിട്ട് നിന്റെ മുടി വളർന്നു നീ പറഞ്ഞു തരണം. ഏത് സോപ്പ് വെച്ചിട്ടാണ്? ഇവിടെ വലിയ സോപ്പിന്റെ കേസിൽ വിഷയം ഉണ്ടായിട്ടുണ്ട്, അറിയാലോ. സോപ്പ് വെച്ചിട്ട് വെളുത്തില്ല എന്നുകൊണ്ട് കേസ് കൊടുത്തിട്ട് ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്കാമാണ്. ഇവർ ആ സോപ്പാണ് ഉപയോഗിക്കുന്നത്. സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഗെയിമിംഗ് ആപ്പുകളുടെയൊക്കെ പരസ്യത്തിൽ അഭിനയിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോഴാണ് ഈ ജാതി ന്യായീകരണം ധ്യാൻ നടത്തുന്നത്. മലയാളികൾക്ക് ധ്യാനിനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും സ്നേഹപ്രകടനത്തിൻ്റെയും ഒരു കാരണമില്ലാതെ ധ്യാനിനെ മലയാളികൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ധ്യാനിൻ്റെ തമാശകളും അതുപോലെ ഇൻ്റർവ്യൂവിലുള്ള കൗണ്ടറും ധ്യാനിനോടുള്ള ഇഷ്ടം കൊണ്ട് മലയാളികൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഇൻ്റർവ്യൂവും കൗണ്ടറും മാത്രം വെച്ചിട്ട് മലയാളികൾ ധ്യാനിനെ വിലയിരുത്തുമെന്ന് തോന്നുന്നില്ല. ധ്യാൻ ചെയ്യുന്ന സിനിമകളിലും ആൾക്കാർ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബേസിൽ ജോസഫൊക്കെ ഇതുപോലെ അടിപൊളി ക്യാരക്ടറും സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് സിനിമാ പാരമ്പര്യവും ഏട്ടൻ്റെയും അച്ഛൻ്റെയും കഴിവിനെയൊക്കെ പറ്റിയിട്ട് വാദവരാതെ സംസാരിക്കുന്ന ധ്യാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആൾക്കാർ നോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ധ്യാനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് ധ്യാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ മലയാളികൾ നോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാൾ ബോംബ് സ്റ്റാർ, മറ്റേ സ്റ്റാറും മറിച്ച് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ആൾക്കാർ ന്യായീകരണ സ്റ്റാർ എന്ന് കൂടി ധ്യാനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെറും ഇൻ്റർവ്യൂയും മറ്റു ഗുണ്ടും കൗണ്ടറും ബേസിലിനെ കളിയാക്കലും മാത്രമായിട്ട് ധ്യാൻ ശ്രീനിവാസിന് മലയാളികളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.